ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ തറവാട്ടമ്പലത്തിൽ ഇന്ന് വാർഷിക പൂജയാണ്. മാസപൂജകളുണ്ടാവും, വർഷത്തിലൊരിക്കൽ വാർഷിക പൂജ ഉണ്ടാവും. നമ്മുടെ റിലേറ്റീവ്സിനെയും പൂജാരിമാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചേട്ടന്മാരാണ്. ഷായ് ചേട്ടൻ, പിന്നെ ശശിചേട്ടനാണ് ഏറ്റവും കാർന്നവർ. മൂത്ത ആളാണ് നമ്മുടെ തറവാട്ടിലേട്ടോ. അതെ, ആളത് കണക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, 2 വർത്താനം. ഇത് ഞങ്ങളെ കാർന്നമാരായിട്ട് കൊണ്ടുവരുന്നൊരു അമ്പലോട് നമ്മുടെ ഫ്രണ്ട്സിന് ഒരു ടാറ്റ കൊടുത്തേ ചേട്ടാ. ഹായ്. ഓക്കെ, താങ്ക് യു. ഷായിച്ചേൻ്റെ വക നമ്മുടെ മെയിൻ പൂജാരിമാരിൽ ഒരാളാണ് കുക്കുസാൻഡി. ഇതേ ആൾ അവിടെ ഇരുന്ന് ഉഴുന്നോടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആള് ബിസിയാണ്. ഓക്കെ ഓക്കെ. ഞാൻ കുടിക്കാനല്ല കേട്ടോ. ഇല്ല, പായസം അപ്പോൾ അതെ, കൊടുങ്ങല്ലൂരുള്ള ബാലുശാന്തി നമ്മുടെ മെയിൻ പൂജാരിയാണ്. അപ്പോൾ ആളായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. നമസ്കാരം. നമ്മുടെ രാജീവ്ചേട്ടൻ്റെയൊക്കെ വീട്ടമ്പലത്തിൽ നിന്നാണ് ഞങ്ങൾ പൂജയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിനെ കുറിച്ച്, നമ്മുടെ വീട്ടമ്പലത്തിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകം ചെറിയ രീതിയിൽ പറയണതാണ്. നമ്മുടെ ഇരയടുത്ത് തറവാട്ടുകാരുടെ വംശദേവത, പരദേവതയായിട്ട് ആചരിച്ചു വരുന്ന ദേവതകളെയൊക്കെ കുടിയിരുത്തി വാർഷികമായിട്ട് ഉള്ള വിശേഷാൽ പൂജയും മാസ പൂജയൊക്കെയാണ് ഇവിടെ നടത്തി വരുന്നത്. ഇന്നത്തെ ദിവസം പ്രധാനമായിട്ടും വാർഷിക പൂജയുടെ ദിവസമാണ്. രാവിലെ മുതൽ ഗണപതി ഹോമനം, കലശാഭിഷേകം, ദേവതയുടെ ചൈതന്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കലശാഭിഷേകം ചടങ്ങുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം പൂജകളൊക്കെ കഴിഞ്ഞ് ഇനി അന്നദാനം ആണ് അടുത്ത പ്രധാനമായിട്ടുള്ള. അന്നപൂർണേശ്വരിയാണ് ഇവിടെ പ്രധാന ദേവത. അപ്പോൾ അന്നദാനമാണ് അടുത്ത പ്രധാന ചടങ്ങ്. ഒരു മഹോത്സവം ഒക്കെ നടത്തുമ്പോൾ ക്ഷേത്രത്തിൽ അതിൻ്റെ നമ്മുടെ ദേവതയുടെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെയൊക്കെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഉത്സവങ്ങൾ, അന്നദാനം മറ്റുള്ള ചടങ്ങുകളൊക്കെ നടത്തുന്നത്. ദേവതയുടെ ഒരു ക്ഷേത്രത്തിൻ്റെ അഭ്യുന്നതിക്ക് അതിൻ്റെ ഉദ്ധാരണത്തിനൊക്കെ വേണ്ടിയിട്ട് 5 കാര്യങ്ങളാണ് ആചാര്യന്മാർ നിർദ്ദേശിക്കാറുള്ളത് പൊതുവെ. അത് പ്രധാനമായിട്ട് പറഞ്ഞു വരുന്നത് ദേവതയുടെ ദേവതയെ കുടിയിരുത്തി പ്രതിഷ്ഠിച്ചിട്ടുള്ള ആചാര്യൻ്റെ തപസ്, ആചാര്യ തപസ അമ്നായ ജപേന നിയമേന ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചത. ആചാര്യൻ്റെ തപസ്, ആമ്നായ ജപം നിത്യേന ഉള്ള ഇവിടെയുള്ള തിരുവെപ്പ്, മറ്റുള്ള കാര്യങ്ങൾ, മാസിലുള്ള പൂജകൾ, ജപങ്ങൾ, അർച്ചനകളൊക്കെ ഇതിൽ പെടും. അമ്നായ ജപേന നിയമേന, ക്ഷേത്രം നമ്മൾ കുടിയിരുത്തി കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ ആചരിച്ചോളാമെന്ന് ഒരു നിയമം നമ്മൾ ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കും, പതിവ് എന്ന് പറയും. നിയമേന ഉത്സവേന, വാർഷികമായിട്ട് ചെയ്യുന്ന കലശങ്ങൾ, ദേവതയുടെ ചൈതന്യവർദ്ധനവിന് വേണ്ടി ആചാര്യൻ പ്രത്യേകം പൂജിച്ചാടുന്ന കലശങ്ങൾ. ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചത. അന്നദാനം അടക്കമുള്ള ചടങ്ങുകളിലൂടെയാണ് ക്ഷേത്രം അഭിവൃദ്ധി ഉണ്ടാകുന്നതെന്നാണ് ആചാര്യന്മാരുടെ നിർദ്ദേശം. അതിൻ്റെ ഉത്സവവും ആ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള അന്നദാനവും ഒക്കെ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് നിൽക്കുന്ന നമ്മുടെ വംശപരമ്പര, ഇരയടുത്ത് വംശപരമ്പരയുടെയൊക്കെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഉള്ള ഇന്നത്തെ പുണ്യപ്പെട്ടിട്ടുള്ള ദിവസമാണ് എന്ന് ആണ് എനിക്ക് ഇന്നത്തെ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ക്ഷേത്രത്തെക്കുറിച്ച് പിന്നെ പ്രത്യേകം പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ധർമ്മ ദേവി ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
പരമ്പരയായിട്ട് ഇവരുടെയൊക്കെ കാരണന്മാർ മുതൽ ആചരിച്ച് വന്ന് നമ്മളുടെ ജനറ്റിക്കൽ ഓർഡറിൽ പോലും ആ ദേവതയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. അത് വന്ന് ഇവരുടെ പുതിയ തലമുറയിലുള്ളവരൊക്കെ ആചരിച്ച് വരുമ്പോൾ പുതിയ ഒരു ദേവതേനെ ആചരിക്കുന്നതിനേക്കാളും ധർമ്മ ദേവതയുടെ കലാംശം അവരിലുണ്ടാവും. പെട്ടെന്ന് തന്നെ അതിനൊന്ന് തൊട്ട് അല്ലെങ്കിൽ നനച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മുളച്ച് വരാനുള്ള ആ ബീജം ഉള്ളിൽ ഉള്ളതിൻ്റെ പേരിൽ പെട്ടെന്ന് വളർന്ന് പന്തലിച്ച് അത് അനുഗ്രഹ കലയായി വരാൻ ഉത്തമമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ധർമ്മദൈവ ആചരണം. ഈ ആചരണത്തിലൂടെ രാജീവൻ ചേട്ടനും കുടുംബാദികൾക്കൊക്കെ ആ ഉത്തമമായിട്ടുള്ള അഭിവൃദ്ധിയും എല്ലാ രീതിയിലുള്ള ഉന്നതി അനുഗ്രഹ കലകളൊക്കെ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് നന്ദി ശാന്തി, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു തന്നതിന്. താങ്ക് യു.